നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസ്മലായി കേക്കാണ്. ഇതൊരു 1/2 kg വരുന്ന ആനിവേഴ്സറി തീമിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രസ്മലായി വീട്ടിൽ തന്നെ ചെയ്തെടുത്തു. സിറപ്പും രസ്മലായി സ്പഞ്ചൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കേക്കിൻ്റെ സ്പഞ്ച് എന്ന് പറയുന്നത് വാനിലയാണ്. വാനില ചെയ്തിട്ട് അതിൽ രസ്മലായി സിറപ്പ് ഒഴിച്ച് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെറ്റ് ചെയ്യുകയാണ്. വെറ്റ് ചെയ്യുമ്പം നട്ട്സും ഇതൊക്കെ ഇട്ട് നമ്മൾ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്ത് അതിന് ശേഷം അതിന് മുകളിൽ ക്രീം വെച്ച് ക്രീമിൻ്റെ മുകളിലാണ് ഞാൻ രസ്മലായി വെക്കുന്നത്. സോ അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സ്റ്റെബിലിറ്റി പ്രശ്നമായിരിക്കും, പെട്ടെന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ടാകും, ചെറിയൊരു ഷേക്കിങ്ങോ എന്തെങ്കിലും വരുമ്പോൾ. അപ്പോൾ ഇത് ക്രീമിൻ്റെ മുകളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല സ്റ്റേബിളായിട്ട് സെറ്റായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് രസ്മലായി കേക്കിൻ്റെ ഓർഡറാണ്. ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊരു പ്രാവശ്യം വീട്ടിൽ നമ്മൾ ചെയ്ത് നോക്കി ടേസ്റ്റ് എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് കസ്റ്റമറിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. ഈ കസ്റ്റമറാണെങ്കിൽ നമ്മുടെ നിന്ന് എപ്പോഴും ഓർഡർ ചെയ്യുന്നതാണ്. അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേക്കും അവരുടെ ആനിവേഴ്സറിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങുന്നത്. നമ്മുടെ അടുത്താണ് അവർ താമസിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ കേക്ക് എഗ്ലെസ് അല്ല, എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ യൂഷ്വലി എഗ്ലെസ് കേക്ക് വളരെ കുറവാണ് ചെയ്യാറ്. ഇത് 1/2 kg കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഫില്ലിംഗ് എല്ലാം വെച്ച് നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. 1/2 kg ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ ഫില്ലിംഗ് ഒന്നും കുറയ്ക്കാറൊന്നുമില്ല. സാധാരണ ചെയ്യുന്ന പോലെ 1 kg അല്ലെങ്കിൽ 2 kg കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ല റിച്ച് ഫില്ലിംഗ് തന്നെയാണ് കൊടുക്കുക. രസ്മലായി അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ള് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമായി കേക്ക്. അവർ ഭയങ്കര റിവ്യൂ ആയിരുന്നു ഈ കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്കിൽ കൊടുത്തേക്കുന്ന ക്രീമിലാണെങ്കിൽ ഞാൻ രസ്മലായി സിറപ്പൊന്നും ചേർത്തിട്ടില്ല. അതിനകത്ത് ആ ഫ്ലേവറൊന്നും വന്നിട്ടില്ല. വാനില എസെൻസ് തന്നെയാണ് കേക്കിൻ്റെ ക്രീമിൽ ചേർത്തേക്കുന്നത്. അപ്പം അതങ്ങനെ വരുമ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക, കേക്കിൻ്റെ കേക്കിൽ രസ്മലായിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ എടുത്തറിയിക്കും. അല്ലെങ്കിൽ ഒത്തിരി ആയാലും നമുക്കതൊരു എന്താ പറയുക, ഒരു രസം തോന്നില്ലല്ലോ കേക്ക് കഴിക്കുമ്പോൾ. ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷേ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കേക്ക്. അതുപോലെ ഈ കേക്ക് നമ്മളെപ്പോഴും ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വച്ച് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. രാവിലെ ചെയ്തിട്ട് ഈവനിങ്ങൊക്കെ ആകുമ്പോഴത്തേനും കൊടുത്താലൊന്നും ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്നത് സെറ്റായി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റായി നമുക്ക് ആ ഒരു ടേസ്റ്റ് റിയലി അറിയാൻ പറ്റുള്ളൂ. ഞാനിത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേക്ക് ചെയ്യുമ്പം. ഫസ്റ്റ് ചെയ്യണമല്ലേ, നമ്മൾ വീട്ടിലെല്ലാവരും കഴിച്ച് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറായിരുന്നു അത്. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും വെളിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കും, അവർക്ക് ഇഷ്ടമാവുമോ. റിവ്യൂ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് സന്തോഷമായത്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പം. കാരണം നമ്മൾ രസ്മലായെല്ലാം വീട്ടിൽ ചെയ്തതാണല്ലോ, വാങ്ങിയതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക്. ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് പോലെ ഉണ്ടാവുമോ. പക്ഷേ സിമിലർ ടേസ്റ്റ് തന്നെയായിരുന്നു സിറപ്പെല്ലാം ചെയ്തപ്പോഴും രസ്മലായി ചെയ്തപ്പോഴൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. എന്താണെങ്കിലും കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ക്രം കോട്ട് കഴിയാനായി. ഇപ്പോൾ ഈ ക്രം കോട്ട് ചെയ്തിട്ടാണ് ഞാൻ നോർമലി ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തിട്ടാണ് ലാസ്റ്റ് ലെയർ ചെയ്യുക. അപ്പോഴാണ് എന്താ പറയുക, കേക്ക് നല്ലപോലെ സെറ്റായി നല്ല ടേസ്റ്റ് ആവുള്ളൂ കേക്കിന്. ഇങ്ങനെയുള്ള ഫ്ലേവറൊക്കെയുള്ള കേക്കാണെങ്കിൽ പ്രത്യേകിച്ച്.
ഇതിൻ്റെ ലാസ്റ്റ് കോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആനിവേഴ്സറി തീം കേക്കായിരുന്നു. വൈറ്റ് കളറിൽ വന്നിട്ട് വൈറ്റ് കളറാണ് വരുന്നത് ബേസായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഹേർട്ടും ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു ഇത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇത് കാണാനും നല്ല ക്യൂട്ടായിരുന്നു. കേക്ക് സ്മോൾ കേക്കാണ്, അപ്പം കാണാനും അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉള്ളൊരു കേക്കായിരുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. സോ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ കേക്ക് നല്ലപോലെ തണുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു എപ്പോഴും ഒരു ടിപ്പാണ്, കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കേക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് കേക്ക് നല്ലപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യുമ്പം ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേക്ക്. അധികം ടൈമൊന്നും വേസ്റ്റ് ആവില്ല, ഫിനിഷിങ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പീസ് ഇട്ട് തരാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ലെയർ ലൈൻ ഡിസൈൻസ് ആണ് വരുന്നത്. അപ്പോൾ ലൈൻ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ട് മേളിലത് കൊടുത്തിട്ട് പിന്നെ സൈഡിലും നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ലൈൻസ് കൊടുക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് അത് നമുക്ക് ചെയ്യാനായിട്ട്. സിമ്പിൾ ഡിസൈൻസിന് ഇപ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അതുപോലൊരു കേക്കാണിത്. ഇങ്ങനെ ലൈൻസ് എല്ലാം ചെയ്ത് പിന്നെ അതിനകത്ത് നമ്മൾ ടോപ്പേഴ്സ് എല്ലാം വെച്ച് കഴിയുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണിത്. കേക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ഈ ഹേർട്ടൊക്കെ വയ്ക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പം അതിന് തിരക്കിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ടൈം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ഇതാണ് കേക്കിൻ്റെ ഒരു ലാസ്റ്റ് ഔട്ട്ലുക്ക് വരുന്നത്. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടും കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ വന്ന് കേക്ക് വാങ്ങിയിട്ട് പോയത്. നമ്മൾ ചിലർ വേണേൽ ചോദിക്കാം എന്താ ഗ്ലൗസ് ഇടാത്ത ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പം ഗ്ലൗസ് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലൗസ് കേക്കിൽ ടച്ച് ചെയ്യും, നമ്മളറിയില്ല. അപ്പം ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നതെല്ലാം എഡിബിളായിട്ടുള്ളതാണ്. ബീഡ്സും ഫോണ്ടൻ്റെയാണ് ഹേർട്ട് വരുന്നത്. ഫോണ്ടനും എഡിബിളായിട്ടുള്ളതാണ്. പിന്നെ ഫോണ്ടൻ ഞാൻ അധികം അങ്ങനെ കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല, ഭയങ്കര ഷുഗറാണ് അതിനകത്ത്. സോ അതുകൊണ്ട് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.